ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരികയാണ്. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഹൈക്കോടതി പോലും സംശയിച്ച സാഹചര്യത്തിൽ വമ്പൻ ട്വിസ്റ്റാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ നടക്കുന്നത്. സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ നടക്കുന്നത് 500 കോടിയോളം രൂപയുടെ സ്വർണ്ണപ്പാളികൾ ശബരിമല സന്നിധാനത്ത് നിന്ന് കടത്താൻ ഈ കൊള്ള സംഘം ശ്രമിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസും ഒക്കെ തന്നെ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിന്റെ കണ്ണികളാണ് എന്ന സൂചനയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഇന്ത്യയിൽ അറസ്റ്റിലായ സുഭാഷ് കപൂർ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിലെ പ്രധാനി. ആ സുഭാഷ് കപൂറിന്റെ സംഘത്തിന് നെറ്റ്വർക്കിന് ഇപ്പോഴും ഇന്ത്യയിൽ സ്വാധീനമുണ്ട്. ആ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട ആളുകളാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. സ്വർണ്ണക്കൊള്ളയിലെ പ്രധാനിയായ മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിന്റെ കൃത്യമായ പങ്ക് തെളിഞ്ഞിട്ടും മൂന്നാം പ്രതിയായി എഫ്ഐആറിൽ ചേർത്തിട്ടും എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിലും രാഷ്ട്രീയ സ്വാധീനമാണ് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. കടുത്ത CPM വിശ്വാസിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനാണ് വാസു. അതുകൊണ്ട് തന്നെയാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യാതെ ഈ അന്വേഷണ സംഘം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിൽ CPM സമ്മർദ്ദം, AK സെന്ററിൽ നിന്നുള്ള സമ്മർദ്ദമാണ് എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്.